ഹലോ, നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് സെമ്മിൻ്റെ അനുബന്ധ പേപ്പറായ വേൾഡ് ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ പറയുന്ന പോലെ പിന്നെ ഞാനിപ്പോൾ ക്ലാസ്സിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 സബ്ജക്റ്റുകളുടെ BA സോഷ്യോളജിയുടെ ഇംഗ്ലീഷ് ഒഴികെയുള്ള 3 സബ്ജക്റ്റുകളുടെ നോട്ട്സ്, പെയ്ഡ് നോട്ട്സ്, മലയാള നോട്ട്സ് PDF ആയിട്ട് ഉണ്ട്. അതാവശ്യമുള്ളവരും അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസറുകളുടെ PDFും ഉണ്ട്. ഇതെങ്ങനെയാണോ ഈ വീഡിയോയിൽ പറയുന്ന ആ രീതിക്കുള്ള ആൻസറുകളാണ് ഉണ്ടാവുക. അതും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വരിക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലെ ബ്ലോക്ക് 3 ഒന്നാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. വാട്ട് വാസ് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഫ്യൂഡൽ പീരിയഡ്? ഫ്യൂഡൽ കാലഘട്ടത്തിലെ ഉൽപ്പാദന രീതി എന്തായിരുന്നു? ആൻസർ കൃഷിയാണ്, കാർഷിക ഉൽപ്പാദന രീതി. 2. വാട്ട് ഡു യു മീൻ ബൈ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ? ഉപജീവന കൃഷി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന കർഷകർ തങ്ങൾക്കും കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1. വാട്ട് ഈസ് ഫ്യൂഡലിസം? എന്താണ് ഫ്യൂഡലിസം? നോട്ടിലുണ്ട്, ആൻസർ നോക്കി പഠിക്കുക. 2. വാട്ട് ഈസ് ദ മാനോറിയൽ സിസ്റ്റം? എന്താണ് മാനോറിയൽ സമ്പ്രദായം? അതിൻ്റെ ആൻസർ നോട്ടിൽ തന്നിട്ടുണ്ട്, അതുതന്നെ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 3. വാട്ട് ഡു യു മീൻ ബൈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ ആൻസർ അതേ ഹെഡിങ്ങിൽ തന്നെ നോട്ടിൽ തന്നിട്ടുണ്ട്. 2 മാർക്കിനാണ്, അപ്പോൾ ഒന്ന് ചുരുക്കിയിട്ട് എഴുതാം. 4. വാട്ട് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ യൂറോപ്പ്? യൂറോപ്പിൽ വ്യാപാര വാണിജ്യങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചത് എന്ത്? ആൻസർ കുരിശുയുദ്ധങ്ങൾ, നഗരകേന്ദ്രങ്ങളുടെ പുനരുജ്ജീവനം അല്ലെങ്കിൽ ഉയർച്ച, ദീർഘദൂര വ്യാപാര റൂട്ടുകളുടെ വിപുലീകരണം. ഇത്രയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 5. ഹൗ ഡിഡ് ദ എമർജൻസ് ഓഫ് ദ അർബൻ ക്ലാസ് ഇമ്പാക്റ്റ് ഫ്യൂഡൽ സൊസൈറ്റി? നഗരവർഗത്തിൻ്റെ ആവിർഭാവം ഫ്യൂഡൽ സമൂഹത്തെ എങ്ങനെ ബാധിച്ചു? അതിൻ്റെ ഉത്തരം വ്യാപാരം, കരകൗശല വസ്തുക്കൾ, മറ്റ് കാർഷികേതര പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരുന്ന പുതിയ സാമൂഹിക ഗ്രൂപ്പിനെ സൃഷ്ടിച്ചുകൊണ്ട് നഗരവൽക്കരണത്തിൻ്റെ ആവിർഭാവം പരമ്പരാഗത ഫ്യൂഡൽ ശ്രേണിയെ വെല്ലുവിളിച്ചു. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. 6. വാട്ട് വേർ ദ ഇക്കണോമിക് ചേഞ്ചസ് ഡെവലപ്ഡ് ഇൻ അർബൻ ഏരിയാസ് ഡ്യൂറിങ് ദ ഫ്യൂഡൽ പീരിയഡ്? ഫ്യൂഡൽ കാലഘട്ടത്തിൽ നഗരപ്രദേശങ്ങളിൽ വികസിച്ച സാമ്പത്തിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഫ്യൂഡലിസത്തിൻ്റെ കാലത്ത് നഗരപ്രദേശങ്ങൾ വ്യാപാരത്തിൻ്റെയും കരകൗശലത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറി. അവിടെ സാധനങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തു. ഇത്രയും ആൻസറായിട്ട് കൊടുക്കുക. 7. ഹൗ ഡിഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് അഫക്റ്റ് ദ പവർ ഡൈനാമിക്സ് ബിറ്റ്വീൻ ദ അർബൻ ആൻഡ് റൂറൽ ക്ലാസ്സസ് ഡ്യൂറിങ് ഫ്യൂഡലിസം? ഫ്യൂഡൽ കാലഘട്ടത്തിൽ നഗര-ഗ്രാമീണ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര ചലനാത്മകതയെ വ്യാപാരവും വാണിജ്യവും എങ്ങനെ ബാധിച്ചു എന്നാണ് ചോദ്യം. ആൻസർ വാണിജ്യവും വ്യാപാരവും നഗരവർഗത്തെ സമ്പത്തും സ്വാധീനവും ശേഖരിക്കാൻ അല്ലെങ്കിൽ കയ്യിലാക്കാൻ അനുവദിച്ചു. ഗ്രാമീണ പ്രഭുക്കന്മാർ അവരുടെ പരമ്പരാഗത അധികാരത്തെ വെല്ലുവിളിച്ചു. ഇത്രയാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. 8. വാട്ട് വേർ ദ കീ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ റൈസ് ഓഫ് ദ അർബൻ ക്ലാസ് ഡ്യൂറിങ് ദ ഫ്യൂഡൽ പീരിയഡ്? ഫ്യൂഡൽ കാലഘട്ടത്തിൽ നഗരവൽക്കരണത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നഗരങ്ങളുടെ വളർച്ച, ഗിൽഡുകളുടെ വികസനം, വ്യാപാര ശൃംഖലകളുടെ വിപുലീകരണം തുടങ്ങിയ ഘടകങ്ങൾ ഫ്യൂഡൽ സമൂഹത്തിൽ നഗരവർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 1. ഡിസ്കസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂഡലിസം ആസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഓർഗനൈസേഷൻ ഇൻ മെഡീവൽ യൂറോപ്പ്? മധ്യകാല യൂറോപ്പിലെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംഘടനാ സംവിധാനത്തിലെ ഫ്യൂഡലിസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ചർച്ച ചെയ്യുക എന്നാണ്. ആൻസർ നമ്മുടെ നോട്ടിൽ ഫ്യൂഡലിസം, അതുപോലെ ഫ്യൂഡൽ കൊടുത്തിട്ടുള്ള എന്താണ്, ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ മാനോറിയൽ സിസ്റ്റം. ഇത്രയും ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായി. അടുത്ത ചോദ്യം. എക്സാമിൻ ദ ട്രാൻസിഷൻ ഫ്രം സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ടു ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിങ് ദ ഫ്യൂഡൽ പീരിയഡ്? ഫ്യൂഡൽ കാലഘട്ടത്തിലെ ഉപജീവന കൃഷിയിൽ നിന്ന് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിലേക്കുള്ള മാറ്റം
പരിശോധിക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിന് ആൻസർ എഴുതുമ്പോൾ നമ്മുടെ നോട്ടിൽ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്നൊരു ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതുപോലെ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നൊരു ഹെഡിങ്ങിൽ വേറെയും കൊടുത്തിട്ട് അത് രണ്ടും കൂടി ചേർത്ത് എഴുതിയാലാണ് ഇതിൻ്റെ ആൻസർ ആവുക. ഇതിൽ എസ്സേ ഇല്ല ഫസ്റ്റ് യൂണിറ്റിൽ. ഇനി സെക്കൻഡ് യൂണിറ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ഫ്യൂഡലിസം? ഫ്യൂഡലിസത്തിലെ വിഘടനം എന്താണ്? ആൻസർ, ഫ്യൂഡലിസത്തിലെ വിഘടനം എന്നത് ഫ്യൂഡൽ പ്രദേശങ്ങളെ വിഭജിക്കുകയും വിഭജിച്ച പ്രദേശങ്ങളെ വീണ്ടും വിഭജിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത്, റൈറ്റ് എനി വൺ കോസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ വിഘടനത്തിന് ഏതെങ്കിലും ഒരു കാരണം എഴുതുക എന്നാണ്. കുറേ കാരണങ്ങളുണ്ട്, എല്ലാ കാരണങ്ങളും പറയാം. ഒന്നാണ് അതിൽ എഴുതേണ്ടതുള്ളൂ. ഒന്നെന്താണ്? പിന്തുടർച്ചാവകാശ നിയമങ്ങൾ, പിന്തുടർച്ചാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ, കേന്ദ്ര അധികാരത്തിൻ്റെ തകർച്ച, ഫ്യൂഡൽ യുദ്ധങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, സാംസ്കാരിക ഘടകങ്ങൾ. ഇങ്ങനെ 6 കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, ഒന്ന് എഴുതാം. അത് മൊത്തത്തിൽ ചോദിക്കുമ്പോൾ അത് 2 മാർക്കിനായിരിക്കും കേട്ടോ. മൂന്നാമത്തത്, വാട്ട് വാസ് ദ ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ? എന്താണ് ഫ്യൂഡൽ സാമൂഹ്യ ക്രമം? ആൻസർ, 9-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ സമൂഹത്തിൽ മേധാവിത്വമുണ്ടായിരുന്ന ശ്രേണീകൃതമായ സാമൂഹിക ക്രമമാണ് ഫ്യൂഡൽ സാമൂഹിക ക്രമം. നാലാമത്തത്, വാട്ട് വർ ദ സോഷ്യൽ ക്ലാസസ് ഇൻ ഫ്യൂഡലിസം? ഫ്യൂഡലിസത്തിലെ സാമൂഹിക വർഗങ്ങൾ ഏതൊക്കെയായിരുന്നു, എന്തെല്ലാമായിരുന്നു? ആൻസർ, രാജാവ്, കുലീനര്, പുരോഹിതന്മാർ, കുടിയാന്മാർ അഥവാ കർഷകർ, ഈ 4 വിഭാഗം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇക്കണോമിക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ഫ്യൂഡലിസം? ഫ്യൂഡലിസത്തിലെ ശിഥിലീകരണത്തിന് എന്ത് സാമ്പത്തിക ഘടകങ്ങൾ കാരണമായി? ആൻസർ, വിഭവങ്ങൾക്കായുള്ള മത്സരം, വ്യാപാര വഴികൾ, ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കിടയിലുള്ള സാമ്പത്തിക താൽപ്പര്യങ്ങൾ തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ സംഘർഷങ്ങളുടെ ആക്കം കൂട്ടുകയും ഫ്യൂഡൽ പ്രദേശങ്ങളുടെ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്തു. ഇത്രയും ആൻസറായിട്ട് കൊടുക്കണം. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ഫ്യൂഡലിസം? ഫ്യൂഡലിസത്തിലെ വിഘടനത്തിന് സാംസ്കാരിക ഘടകങ്ങൾ എങ്ങനെ കാരണമായി? നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നാണ് കൊടുത്തിട്ടുണ്ട്, അതാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, എക്സ്പ്ലെയിൻ പെസൻസ് റോൾ ഇൻ ഫ്യൂഡൽ ഹയറാർക്കി. ഫ്യൂഡൽ ശ്രേണിയിൽ കുടിയാന്മാരുടെ പങ്ക് വിശദമാക്കുക. കുടിയാന്മാർ എന്ന് പറഞ്ഞാൽ കർഷകരുടെ പങ്ക് വിശദമാക്കുക. പെസൻസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ് അതിൽ നോട്ടിലുണ്ട്, അതാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കോസസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ ശിഥിലീകരണത്തിലുള്ള കാരണങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ്. അപ്പോൾ 4 മാർക്കിനാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 6 കാരണങ്ങളുണ്ടല്ലോ, ആ 6 കാരണങ്ങൾ നോട്ടിൽ നിന്നിട്ടുണ്ട്, വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് വിശദീകരിച്ച് എഴുതാണ് വേണ്ടത് കേട്ടോ. ഇനി എസ്സേ ക്വസ്റ്റ്യൻ, ഈ യൂണിറ്റിൽ നിന്നുള്ള എസ്സേ ക്വസ്റ്റ്യനാണ്. എക്സാമിൻ ദ സോഷ്യൽ ക്ലാസസ് ഇൻ ഫ്യൂഡലിസം ആൻഡ് ദെയർ റോൾസ് വിത്തിൻ ദ ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ. എക്സാമിൻ ദ സോഷ്യൽ ക്ലാസസ് ഇൻ ഫ്യൂഡലിസം ആൻഡ് ദെയർ റോൾസ് വിത്തിൻ ദ ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ. ഫ്യൂഡൽ സമൂഹത്തിലെ സാമൂഹിക വർഗങ്ങൾ ഏതൊക്കെയാണ്? അവർക്ക് ഫ്യൂഡൽ സമൂഹത്തിൽ അവർക്കുള്ള ഫ്യൂഡൽ സാമൂഹിക ക്രമത്തിൽ അവർക്കുള്ള പങ്ക് എന്തെല്ലാമാണ് എന്നാണ്. അപ്പോൾ അത് നമ്മുടെ നോട്ടിൽ കൃത്യമായിട്ട് ഇത്രയും വിഭാഗങ്ങളെ തന്നിട്ടുണ്ട്. 4 വിഭാഗങ്ങളെ, അവരുടെ ഓരോരുത്തരുടെയും ചുമതലകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് എഴുതുക. പിന്നെ സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് തന്നിട്ടുണ്ടല്ലോ, ആ ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളുമാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി 3ാമത്തെ യൂണിറ്റ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്. What was the basis of the primary system of land ownership and distribution in European feudalism? യൂറോപ്യൻ ഫ്യൂഡലിസത്തിലെ ഭൂവുടമസ്ഥതയുടെയും വിതരണത്തിൻ്റെയും പ്രാഥമിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്തായിരുന്നു? ആൻസർ, യൂറോപ്യൻ ഫ്യൂഡലിസത്തിലെ ഭൂവുടമസ്ഥതയുടെ പ്രാഥമിക സമ്പ്രദായം പ്രഭുക്കന്മാർ സാമന്തന്മാർക്ക് ഫിഫുകൾ നൽകുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രത്യേകതരം ഭൂമിയാണ് ഫിഫുകൾ എന്ന് പറയുന്നത്, അത് കൊടുക്കുന്നതിന് അടിസ്ഥാനമാക്കിയുള്ളതാണ്. രണ്ടാമത്തത്, വാട്ട് വാസ് ദ സിസ്റ്റം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സെൽഫ് സഫിഷ്യൻ്റ് അഗ്രികൾച്ചറൽ എസ്റ്റേറ്റ്സ് ഇൻ മെഡീവൽ യൂറോപ്പ്. മധ്യകാല യൂറോപ്പിലെ സ്വയം പര്യാപ്ത കാർഷിക എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട സംവിധാനം എന്തായിരുന്നു? ആൻസർ, മാനോറിയൽ സമ്പ്രദായം അല്ലെങ്കിൽ മാനോറിയലിസം. ഇത്ര മതി. 3, ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം വാട്ട് ഒബ്ലിഗേഷൻ ഡിഡ് വസൽസ് ഹാവ് ടുവാർഡ്സ് ദെയർ ലോഡ്സ്. ഫ്യൂഡൽ സമ്പ്രദായത്തിലെ സാമന്തന്മാർക്ക് അവരുടെ പ്രഭുക്കളോട് എന്ത് ബാധ്യതയാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ആൻസർ, തങ്ങളുടെ പ്രഭുക്കന്മാർക്ക് സൈനിക സേവനം നൽകേണ്ട ബാധ്യത സാമന്തന്മാർക്ക് ഉണ്ടായിരുന്നു. 4, വാട്ട് വാസ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് യൂറോപ്യൻ ഫ്യൂഡലിസം ബേസ്ഡ് ഓൺ.
യൂറോപ്യൻ ഫ്യൂഡലിസത്തിൻ്റെ സാമൂഹിക ഘടന എന്തായിരുന്നു? ആൻസർ പ്രഭുക്കന്മാരുടെയും നൈറ്റുകളുടെയും പുരോഹിതന്മാരുടെയും കർഷകരുടെയും ഒരു ശ്രേണീക്രമമാണ്. അതിൻ്റെ ആൻസറായിട്ട് അങ്ങനെ കൊടുക്കേണ്ടത് ശ്രേണീക്രമം. അഞ്ചാമത്തത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽഡ് സിഗ്നിഫിക്കൻറ്റ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ഓവർ ബോത്ത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഡ്യൂറിങ് യൂറോപ്യൻ ഫ്യൂഡലിസം? യൂറോപ്യൻ ഫ്യൂഡലിസത്തിലെ മതപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ കാര്യമായ അധികാരവും സ്വാധീനവും കൈവരിച്ച സ്ഥാപനം ഏത്? ദ ചർച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി. 6. വിച്ച് സിസ്റ്റം റെഗുലേറ്റഡ് ട്രേഡ്, പ്രൊട്ടക്റ്റഡ് ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് മെയിൻറ്റെയിൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇൻ മെഡീവൽ യൂറോപ്പ്? മധ്യകാല യൂറോപ്പിൽ വ്യാപാരം നിയന്ത്രിക്കുകയും കരകൗശല തൊഴിലാളികളെ സംരക്ഷിക്കുകയും ഗുണനിലവാരം പുലർത്തുകയും ചെയ്തത് ഏത് സംവിധാനമാണ്? ആൻസർ ഗിൽഡ് സിസ്റ്റം അല്ലെങ്കിൽ ഗിൽഡ് സമ്പ്രദായം. 7. വാട്ട് വാസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഗിൽഡ്? ഗിൽഡുകളുടെ പ്രാഥമിക ചുമതല എന്താണ്? ആൻസർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിന് മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. 8. ഹു വാസ് ദ ഓണർ ഓഫ് ദ ലാൻഡ് അണ്ടർ ദ ഫ്യൂഡൽ സിസ്റ്റം? ഫ്യൂഡൽ സമ്പ്രദായത്തിന് കീഴിൽ ഭൂ ഉടമ ആരാണ്? ദ ലോർഡ് അല്ലെങ്കിൽ ഭൂപ്രഭു. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് വാസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് എംഫസൈസ്ഡ് എമംഗ് ദ നൈറ്റ്സ് ഇൻ ഫ്യൂഡൽ യൂറോപ്പ്? ഫ്യൂഡൽ യൂറോപ്പിലെ നൈറ്റുമാർക്കിടയിൽ ഊന്നി പറഞ്ഞ പെരുമാറ്റച്ചട്ടം എന്തായിരുന്നു? ആൻസർ ഫ്യൂഡൽ യൂറോപ്പിലെ നൈറ്റുകൾ തമ്മിലുള്ള ബഹുമാനം, ധൈര്യം, വിശ്വസ്തത തുടങ്ങിയ സൽഗുണങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പെരുമാറ്റച്ചട്ടമാണ് ഷിവൽഡ്രി അഥവാ ധീരത. വൺ വേർഡ് എഴുതുമ്പോൾ ധീരത എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ് കേട്ടോ. എക്സ്പ്ലെയിൻ മാനോറിയലിസം. മാനോറിയൽ സമ്പ്രദായം വിശദമാക്കുക. അത് നോട്ടിൽ തന്നിട്ടുണ്ട്, ഹെഡിങ് കൊടുത്തിട്ട് തന്നെ നോക്കി പഠിക്കുക. 3. ഡിസ്കസ് ഗിൽഡ് സിസ്റ്റം ഇൻ ഫ്യൂഡൽ യൂറോപ്പ്. ഫ്യൂഡൽ യൂറോപ്പിലെ ഗിൽഡ് സമ്പ്രദായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതും നോട്ടിൽ തന്നെ തന്നിട്ടുണ്ട്. ഗിൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഇനി അതിലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്ക് നോട്ടിലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലോർ ഹൗ ലാൻഡ് ടെനർ, മനോറിയലിസം, മിലിറ്ററി സർവീസസ്, ഹയറാർക്കി, ഷിവൽറി, ദ ചർച്ച് ആൻഡ് ദ ഗിൽഡ് സിസ്റ്റം ഷേപ്പ്ഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി. ഭൂവുടമസ്ഥത, മാനോറിയലിസം, സൈനിക സേവനങ്ങൾ, അധികാരശ്രേണി, ധീരത, പള്ളി, ഗിൽഡ് സംവിധാനം എന്നിവ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വശങ്ങളെ രൂപപ്പെടുത്തിയത് എങ്ങനെയെന്ന് അന്വേഷിക്കുക എന്നാണ്. അപ്പോൾ നോട്ടിൽ ഇതേ ഹെഡിങ്ങിലുണ്ട്. എന്ത്? ലാൻഡ് ടെനർ അല്ലെങ്കിൽ ഭൂവുടമസ്ഥത, മാനോറിയലിസം, സൈനിക സേവനങ്ങൾ, അധികാരശ്രേണി, ധീരത, ചർച്ച്, ഗിൽഡ് സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിൽ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിന് കീഴിൽ വരുന്നതെല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോൾ ഈ എസ്സേയുടെ ആൻസർ ആവും. ഓക്കെ, അപ്പം ഇനി 4ാമത്തെ യൂണിറ്റിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഗിൽഡ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് വേരിയസ് ടൈപ്സ്. ഗിൽഡ് സമ്പ്രദായം അതിൻ്റെ വിവിധ രൂപങ്ങളും വിശദീകരിക്കുക. 4 മാർക്കിന് ക്വസ്റ്റ്യനും കൂടി ഈ 3ാമത്തെ യൂണിറ്റിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതും നോട്ടിൽ തന്നത് തന്നെയാണ് ആൻസർ. വിവിധതരം ഗിൽഡ് സമ്പ്രദായങ്ങൾ തന്നിട്ടുണ്ടല്ലോ, ചേർത്ത് എഴുതാം. ഇനി 4ാമത്തെ യൂണിറ്റിലെ ഒബ്ജക്റ്റീവ്. ഹൗ ഡിഡ് ദ ഡിക്ലൈൻ ഓഫ് സർപ്ലസ് contributed to changes in the economic system during the transition from feudalism to a more market-oriented economy? ഫ്യൂഡലിസത്തിൽ നിന്ന് കൂടുതൽ കമ്പോളാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിനിടയിൽ മിച്ചത്തിൻ്റെ ഇടിവ് സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് കാരണമായത് എങ്ങനെ എന്നാണ് ആൻസർ. സമൂഹങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി വിഭവങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിച്ചതിനാൽ മിച്ചം കുറയുന്നത് വർദ്ധിച്ച വ്യാപാരത്തിനും തൊഴിലിൻ്റെ സ്പെഷ്യലൈസേഷനും കമ്പോളാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയ്ക്കും കാരണമായി. 2ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് were the social changes that accompanied the decline of surplus and the transition away from feudalism? മിച്ചം കുറയുകയും ഫ്യൂഡലിസത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്ത സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ. മിച്ചത്തിൻ്റെ ഇടിവ് പരമ്പരാഗത സാമൂഹിക ശ്രേണികളെ തടസ്സപ്പെടുത്തി. സാമൂഹിക ചലനാത്മകത വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക അവസരങ്ങൾ ഫ്യൂഡൽ സമ്പ്രദായത്തിനപ്പുറം വികസിച്ചപ്പോൾ എന്തായി? അത് വളർന്നു വരുന്ന മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമാവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? സാമൂഹിക ശ്രേണികളെ തടസ്സപ്പെടുത്തുകയും മധ്യവർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു എന്നാണ്. 3ാമത്തത്. ഹൗ ഡിഡ് ദ ഗ്രോത്ത് ഓഫ് അർബൻ സെൻറ്റേഴ്സ് ഇമ്പാക്റ്റ് ഫ്യൂഡലിസം?
നഗരകേന്ദ്രങ്ങളുടെ വളർച്ച ഫ്യൂഡലിസത്തെ എങ്ങനെ ബാധിച്ചു? ആൻസർ: നഗരകേന്ദ്രങ്ങളുടെ വളർച്ച ബദൽ സാമ്പത്തിക അവസരങ്ങൾ നൽകിക്കൊണ്ട് പുതിയ സാമൂഹിക ചലനാത്മകത സൃഷ്ടിച്ച് കൂടുതൽ നഗരാധിഷ്ഠിത സമൂഹത്തിൻ്റെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഫ്യൂഡലിസത്തെ ദുർബലപ്പെടുത്തി. 4. വാട്ട് വർ മർച്ചൻ്റ് ഗിൽഡ്സ് ആൻഡ് വാട്ട് റോൾ ഡിഡ് ദേ പ്ലേ ഡ്യൂറിംഗ് ദ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു എ മോർ കൊമേഴ്ഷ്യൽ സൊസൈറ്റി? മർച്ചൻ്റ് ഗിൽഡുകൾ എന്തായിരുന്നു? ഫ്യൂഡലിസത്തിൽ നിന്ന് കൂടുതൽ വാണിജ്യ സമൂഹത്തിലേക്കുള്ള പരിവർത്തന സമയത്ത് ഇവരുടെ പങ്ക് എന്തായിരുന്നു? ആൻസർ: വ്യാപാരം നിയന്ത്രിക്കുകയും അവരുടെ അംഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്കും നഗരവികസനത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന വ്യാപാരികളുടെയും കച്ചവടക്കാരുടെയും കൂട്ടായ്മകളായിരുന്നു എന്ത്? മർച്ചൻ്റ് ഗിൽഡുകൾ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ ഒന്നിച്ചു വന്നു കേട്ടോ. 5. വാട്ട് വർ സം ന്യൂ ഫോംസ് ഓഫ് ലേണിംഗ് ദാറ്റ് എമേർജ്ഡ് ഡ്യൂറിംഗ് ദ ട്രാൻസിഷണൽ പീരിയഡ് ഫ്രം മെഡീവൽ ടു മോഡേൺ ടൈംസ്? മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലത്തേക്കുള്ള പരിവർത്തന കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ചില പുതിയ പഠന രീതികൾ എന്തൊക്കെയാണ്? ആൻസർ: മാനവികതയുടെ ഉയർച്ച, ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ വ്യാപനം, സർവകലാശാലകളിലൂടെയും അച്ചടിശാലകളിലൂടെയും വിദ്യാഭ്യാസത്തിൻ്റെ വർദ്ധിച്ച ലഭ്യത എന്നിവ പുതിയ പഠന രീതികളിൽ ഉൾപ്പെടുന്നു. 6. വാട്ട് ഇമ്പാക്റ്റ് ഡിഡ് ദ ഡിക്ലൈൻ ഓഫ് സർപ്ലസ് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് അർബൻ സെൻറ്റേഴ്സ് ഹാവ് ഓൺ സൊസൈറ്റി ആൻഡ് ദ ഇക്കണോമി? മിച്ചത്തിൻ്റെ കുറവും നഗരകേന്ദ്രങ്ങളുടെ വളർച്ചയും സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും എന്ത് സ്വാധീനം ചെലുത്തി? ആൻസർ: മിച്ചത്തിൻ്റെ കുറവും നഗരകേന്ദ്രങ്ങളുടെ വളർച്ചയും സാമൂഹിക പരിവർത്തനങ്ങൾക്കും സാമ്പത്തിക അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഒരു വ്യാപാരി വർഗത്തിൻ്റെ ഉയർച്ചയ്ക്കും വ്യാപാര വാണിജ്യ വിപുലീകരണത്തിനും കാരണമായി. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. എക്സാമിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഡിക്ലൈൻ ഓഫ് സർപ്ലസ് ആൻഡ് ഗ്രോത്ത് ഓഫ് അർബൻ സെൻറ്റേഴ്സ് ഓൺ ഫ്യൂഡൽ സൊസൈറ്റി. മിച്ചോൽപ്പന്നത്തിൻ്റെ കുറവും നഗരകേന്ദ്രങ്ങളുടെ വളർച്ചയും ഫ്യൂഡൽ സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനം പരിശോധിക്കുക എന്നാണ്. അതിൻ്റെ ആൻസർ അതേ ഹെഡിങ്ങിൽ തന്നെ നമ്മുടെ നോട്ടിൽ തന്നിട്ടുണ്ട്. നോട്ട് നോക്കി പഠിക്കുക. 2. ഡിസ്കസ് ദ എമർജൻസ് ഓഫ് മർച്ചൻ്റ് ഗിൽഡ്സ്. മർച്ചൻ്റ് ഗിൽഡുകളുടെ ഉയർച്ച ചർച്ച ചെയ്യുക. നോട്ടിലുണ്ട് അതേ ഹെഡിങ്ങിൽ. ആൻസർ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് ലേണിംഗ് ഡ്യൂറിംഗ് ദ ട്രാൻസിഷൻ പീരിയഡ്. പരിവർത്തന കാലയളവിലെ പുതിയ പഠന രൂപങ്ങളുടെ വികസനം അല്ലെങ്കിൽ വികാസം വിശദീകരിക്കുക എന്ന്. ആൻസറും അതേ ഹെഡിങ്ങിൽ തന്നെ നോട്ടിൽ തന്നിട്ടുണ്ട്. നോട്ടിൽ നോക്കി പഠിക്കുക. ഇനി അതിൽ നിന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡിക്ലൈൻ ഓഫ് സർപ്ലസ്. മിച്ചം കുറയുന്നതിന് കാരണമായ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ഘടകങ്ങൾ വിലയിരുത്തുക. അതിൽ തന്നിട്ടുണ്ട് സോഷ്യൽ ചേഞ്ച്, പൊളിറ്റിക്കൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട് നോട്ടിൽ. അതെല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോൾ എസ്സേയുടെ ആൻസർ ആവും. അപ്പോൾ 3ാമത്തെ ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി 4ാമത്തെ ബ്ലോക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ്.